നല്ല അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ടടാ. ഏള് മുഴുവൻ നമ്മുടെ അവിടെ നിന്നിട്ട് இந்த പുഴുതടാ இந்த പുഴു. നമ്മളെ തായ്ലൻഡിലെ നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു അലുവ കേട്ടോ. ഇത് നല്ല ടേസ്റ്റിലെ സംഭവം കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ മറ്റേ കിണ്ണത്തപ്പവും മറ്റു സംഭവങ്ങളും ഇല്ലേ, ആ ഒരു ഇതിൽ വരുന്ന വെറൈറ്റി ആയിട്ടുള്ള വേറൊരു സംഭവമാണ്. ചെറിയ ചെറിയ എലികൾ അതിനോട് പേരുടെ അവകാശം. ഹായ്, മേക്ക് ടൈം ടു സീ ദ വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു നൈറ്റ് ലൈഫ്, നമ്മളെ രാത്രിയിലെ ഒരു അമ്പലത്തിലെ ഉത്സവം കാണാൻ നമ്മൾ പോകാൻ പോകുന്നത്. രാത്രിയിലെ കുറച്ച് കാഴ്ചകൾ നമുക്ക് നിങ്ങളുടെ മുന്നിൽ കാണിക്കാം. അടിപൊളിയായിട്ടൊരു വാട്ട് ബാങ്ക്പിൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ. ഒരു ഗാനമേള പരിപാടിയിലുണ്ട്, നല്ല സൗണ്ട് ബാക്കിലുണ്ട്. എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് അറിയാം, ഞാൻ കാണിച്ചു തരാം. ഈ അമ്പലത്തിൽ പോകുമ്പോൾ ഈ റോഡ് സൈഡിലെല്ലാം നല്ല ലൈറ്റിലും വെച്ച് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളെ ഫ്രണ്ട്സ് മിസ്റ്റർ നയോഡ്, SMT ഡിപ്പാർട്ട്മെന്റ് മിസ്റ്റർ നയോഡാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. വാട്ട് ബാങ്ക്പിൻ അമ്പലത്തിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. അതിമനോഹരമായ കാഴ്ചകളായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഒരുപാട് ഫുഡും ഒരുപാട് അമ്പലത്തിലെ ഗാനമേളയും അങ്ങനത്തെ ഒരുപാട് കാഴ്ചകളുണ്ട്. നമുക്ക് നോക്കാം. ഓ ഗംഭീരം അതിമനോഹരമായ കാഴ്ചകൾ. ഇതാണ് ഇതിന്റെ എൻട്രൻസ് എടുരാ. എന്താ രസം. തായ്ലൻഡിലെ ഫുഡുകൾ anh có chia đấy Canon bưởi chứ mấy Canon bưởi ഒരുപാട് തായ്ലൻഡിലെ ഫുഡുകൾ നമുക്ക് കാണാൻ പറ്റും. കണ്ട, ഇത് നമ്മളെ ഒരു സ്വീറ്റ് പോലത്തെ സാധനം, ദോശയൊക്കെ ഉണ്ടാക്കുന്ന സ്വീറ്റ് പോലത്തെ ഒരു സംഭവമാണ്. ഇത് ക്രീമെല്ലാം മിക്സ് ആക്കിയില്ല ഇവിടെ. ഇത് കാണുന്ന വെച്ചാൽ തേങ്ങേന്റെ ആ സംഭവമാണ്. ചോക്ലേറ്റ്സ് ആമേ. ചെറിയ പിള്ളേരെ ജെയിൻബിൽ നോക്കിയിട്ട് അടിപൊളി നോക്കിയിട്ട് നല്ല രസമാണ് ഇത്. ഇത് പിള്ളേർക്ക് കളർ അടിക്കുന്ന ഒരു സംഭവം ഇടണം. ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു തായ്ലൻഡിലെ ഇങ്ങനത്തെ ലോക്കലായിട്ടുള്ള സ്ട്രീറ്റ് ഫുഡിലെ കാഴ്ചകൾ അല്ലെങ്കിൽ സ്ട്രീറ്റ് മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കാണിക്കാമെന്ന് ചോദിച്ചിട്ട് വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള റിപ്ലൈ ആയിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മുടെ ഫ്രണ്ട് നയോട് നമ്മളെ രാത്രി വന്നിട്ട് വിളിച്ചതാണ് ഈ ഒരു അമ്പലത്തിലെ ഉത്സവം കാണാൻ വേണ്ടിയിട്ട്. അവിടെ ഗാനമേളയുണ്ട്, അവിടെ ഒരുപാട് ഫുഡ് കിട്ടുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് ഞാനിന്ന് രാത്രി പോയത് തന്നെ അവിടെ പോയി വീഡിയോ എടുത്തത്. അവിടെ പോകുമ്പോൾ ഒരുപാട് വ്യത്യസ്തമായ തരത്തിലുള്ള കോക്കനട്ട് കൊണ്ടുണ്ടാക്കുന്ന ജ്യൂസുകളും എന്താ പറയുക സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു ശേഖരണം തന്നെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്ത് നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ട്രീറ്റിൽ വിൽക്കപ്പെടുന്ന ഒരു ഷവർമ എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. നല്ലൊരു ടേസ്റ്റിൽ എല്ലാം നല്ല ഹെൽത്തി ആയും നല്ല ടേസ്റ്റിലുള്ള സംഭവങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ക്രാബിനെ കൊണ്ടുണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അതിൻ്റെ കൂടെ പലതരത്തിലുള്ള സോസുകൾ മിക്സ് ആക്കിയിട്ടാണ് ഇത് പച്ചക്കാണ് അവർ തിന്നുന്നത്. ഈ ഒരു സോസ് വിനീഗറിലും എന്തെല്ലോ മുക്കിയിട്ടൊരു സോസാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ തിന്നതിനെ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ പല ഫുഡുകളും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഓവർവ്യൂ എന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ ഓടിച്ച് നിങ്ങളെ കാണിക്കുകയാണ്. കാരണം നമുക്ക് അധികം സമയമില്ല. നമ്മളൊരു 9 മണി ആ സമയത്താണ് നമ്മൾ പോയത്. പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് ചിക്കൻ്റെയും എന്താ പറയുക തായ്ലൻഡിലെ വ്യത്യസ്തമായ 10 ഭാഗത്തിന് കിട്ടുന്ന ഒരുപാട് ഫുഡ് ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണിക്കാനുള്ളത്. അതായത് ഇതൊരു അമ്പലത്തിലെ ലോക്കലായ തായ്ലൻഡിലെ ഒരു സമുസോക്കോൺ പ്രൊവിൻസിലെ അമ്പലത്തിലെ ഒരു എന്താ പറയുക കാഴ്ചയാണ്. അമ്പലത്തിലെ ഉത്സവത്തിലെ കാഴ്ചയാണ് നമ്മളിപ്പം കാണാൻ പോകുന്നത്.
വ്യത്യസ്തമായ പലതരത്തിലുള്ള ഫുഡുകൾ നമുക്ക് കാണാൻ പറ്റും. ഫുഡുകളെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അത് നിങ്ങൾക്ക് തായ്ലൻഡിൽ വന്ന് നേരിട്ട് വന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഫുഡുകൾ നോക്കി ഇങ്ങനെ നടക്കും തന്നെ നമുക്ക് പലതരത്തിലുള്ള ഫുഡുകൾ കാണാൻ പറ്റും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നമ്മളെ ഒരു പോർക്കിനെ കൊണ്ടുണ്ടാക്കുന്ന ഒരു കഞ്ഞി പോലത്തെ ഒരു ഐറ്റമാണ്. ഇതിൻ്റെ അകത്ത് പലതരത്തിലുള്ള ഐറ്റംസ് മിക്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സൂപ്പ് പോലെ ഇത് കുടിക്കാവുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഫിഷ് ബോൾസ് ഇടും, ചിലപ്പോൾ മീറ്റ് ബോൾസ് ഇടും, ചിലപ്പോൾ ഇത് ചിക്കൻ ഉണ്ടാവും, ചിലപ്പോൾ പോർക്ക് ഉണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള ടോപ്പിക്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സോസാണ് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണം തന്നെയാണ്. അവിടെ ഏകദേശം രാത്രി 10 മണിക്കാണ് നമ്മൾ ഈ ഒരു മാർക്കറ്റിൽ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുള്ളത്. രാത്രിയാണ് ഇവിടുത്തെ DJ മറ്റുള്ള പരിപാടികളൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഓരോ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. അപ്പോൾ നമുക്കിവിടെ അടുത്ത് കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു മാങ്ങേനെ കൊണ്ടുണ്ട്. അതായത് നമ്മളെ പച്ച മാങ്ങ കവറിൽ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ സോസുമായിട്ടാണ് അവർ വിൽക്കുന്നത്. ഇതിനെല്ലാം ഏകദേശം 40-50 ബാത്തിൻ്റെ റേറ്റിലാണ് അതിൻ്റെ പൈസ വരുന്നത്. ഇത് വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. അതിൻ്റെ കൂടെയുള്ള ആ ഒരു സോസ് കാണാൻ തന്നെ വളരെ ഭംഗിയുണ്ട്. ഓരോ തരത്തിലുള്ള സോസുകളാണ് അവർ ആ ഒരു മാങ്ങേൻ്റെ അപ്പുറം കൊടുക്കുന്നത്. പച്ചമാങ്ങ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പച്ചമാങ്ങേൻ്റെ പലതരത്തിലുള്ള വെറൈറ്റീസും അത് ഉപ്പിലിട്ടൊന്നുമല്ല, സാധാരണ പച്ചമാങ്ങേൻ്റെ ഐറ്റംസാണ്. അപ്പോൾ നമ്മൾ നയോടിനോട് പറഞ്ഞു ഇതൊന്ന് തിന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ നയോട് അത് എടുത്തിട്ട് ആ ഒരു സോസിലേക്ക് മുക്കിയിട്ട് കഴിക്കേണ്ട പരിപാടിയിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം നയോടിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ. ശരിക്കും എന്താ പറയുക, ഇത് നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള സംഭവം. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ഞാനെന്താ പറയുക ഇത്തവണ ടേസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഒരുപാട് രാത്രിയായി 10 മണി ആയതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി അധികം ഭക്ഷണം കുറവാണ്. അതുകൊണ്ട് ഞാൻ അധികം ടേസ്റ്റ് ചെയ്യാൻ നിന്നിട്ടില്ല. പക്ഷേ നയോട് ഒരു ബിയറിലായിട്ട് കുടിച്ചുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ഭക്ഷണമെല്ലാം നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ നയോട് എന്ന് പറയുന്ന എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു കോവർക്കറാണെന്ന് നമുക്ക് പറയാൻ പറ്റും. നല്ലൊരു ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യനാണ്. നമ്മളെവിടെ പോകുമ്പോഴും പുള്ളിക്കാരൻ പല ഫുഡ് നമ്മളെ കാണിച്ചു തരും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോർക്കിനെ കൊണ്ടുണ്ടാക്കി 20 ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോർക്കിൻ്റെ ഓരോരോ പീസുകളായിട്ട് നമുക്ക് തിന്നാൻ പറ്റും. ഈ ഒരു പോർക്ക് എന്ന് പറയുന്നത് അതായത് പോർക്ക് വേവിച്ചിട്ട് ഇങ്ങനെ ഒരു ഇതിലിങ്ങനെ വെച്ചിട്ട് വെക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് മുറിച്ചിട്ട് നമുക്ക് തിന്നാവുന്നതാണ്. ഇതെല്ലാം നല്ല അതായത് വെള്ളത്തിലിട്ട് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുന്ന പോർക്കുകളാണ് ഇതെല്ലൊക്കെ. ഒരു ഒന്നും ഉപ്പും മുളകും ഒന്നും ഇടത്തില്ല. അതിനകത്ത് ഈ സോസാണ് ഇതിൻ്റെ എല്ലാം പ്രത്യേകത. ഈ സോസിന് നമുക്ക് തിന്നുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കാഴ്ച എന്താ പറയുക, അതിൻ്റെ കാഴ്ചയല്ല അതിൻ്റെ ഒരു എന്താ പറയുക ടേസ്റ്റ് ഒരു വേറെ ലെവൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇതെന്ന് പറയുന്നത് നമ്മളെ കൂന്തലിൻ്റെ ഒരു കൊള്ളിയിൽ ഇങ്ങനെ കുത്തിയിട്ട് അത് തീയിലിട്ടിട്ട് വേവിച്ച് തരുന്നൊരു ഐറ്റമാണ്. ഇതെല്ലാം 10, 80 ഭാഗത്ത് 15 ഭാഗത്ത് ഇങ്ങനെ പലതരത്തിലുള്ള ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റും. ഇത് അതേപോലെ തന്നെ ചിക്കൺ ഒരു കമ്പിൽ ഇങ്ങനെ കെട്ടിയിട്ട് അതിങ്ങനെ വേവിച്ചിട്ട് ഗ്രില്ല് ചിക്കൻ പോലത്തെ ഒരു സംഭവമാണ്. തീയിലിട്ട് ചുട്ട് തരുന്ന ഒരു ഐറ്റമാണ്. ഇതെല്ലാം കാണാൻ തന്നെ നല്ല രസമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം ഒരു സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസാണ്. നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന എല്ലാം തന്നെ ഫുഡുകളാണ് ഈ അമ്പലത്തിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. അടുത്ത് നമ്മൾ കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ മുട്ട ഒരു വേവിച്ചിട്ട് അതൊരു കൊള്ളി കുത്തിയിട്ട് ഗ്ലാസ്സിലിട്ടിട്ട് തരും. അതിൻ്റെ അകത്ത് കുറേ സോസെല്ലാം മുക്കിയിട്ടാണ് അവർ അത് സെർവ് ചെയ്ത് തരിക. നിങ്ങൾക്ക് തീർച്ചയായും തായ്ലൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്ട്രീറ്റ് ഫുഡിൽ ഭക്ഷണം അതായത് നല്ല കഴിക്കാവുന്നതാണ്. ഒരു പ്രശ്നമില്ലാതെ വയറിനൊരു പ്രശ്നം കൂടാതെ തന്നെ കഴിക്കാവുന്നതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബീഫാണ്. ബീഫിൻ്റെ പലതരത്തിലുള്ള വെറൈറ്റീസാണ്. ബീഫിൻ്റെ ഓരോ പാർട്സുകളാണ് അവരിങ്ങനെ ഇത് ടേബിളിൽ വെച്ചിരിക്കുന്നത്. അത് നമുക്ക് പലതരത്തിലുള്ള സോസുകൾ നമുക്ക് മുക്കിയിട്ട് തിന്നാവുന്നതാണ്. നമ്മളെ കൂണിൻ്റെ ഒരു വലിയൊരു ഐറ്റമാണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ തായ്ലൻഡിൽ പൊതുവേ ഈ പലതരത്തിലുള്ള കൂണുകൾ കഴിക്കുന്ന ഒരു ശീലം ഇവർക്കുണ്ട്. നല്ല ഹെൽത്തിയാണ്. അത് ആ സാധനം വേവിച്ചിട്ട് അതായത് ഇങ്ങനെ തീയിലിട്ട് ചുട്ടിട്ട് നമുക്ക് സോസിൻ്റെ വരെ മുക്കിയിട്ട് തിന്നാവുന്നതാണ്. ഇത് കാണാൻ തന്നെ ഒരു വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. കണ്ടോ, പച്ച കൂണ് നമുക്കിങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ വലിയ ടൈപ്പാണ്. കണ്ടോ, അതാണ് നിങ്ങൾ കാണുന്നത്. ഇതും മറ്റൊരു വ്യത്യസ്തമായ ഒരു ഐറ്റമാണ്. അതായത് നമ്മുടെ തായ്ലൻഡിലെ ജെല്ലികളില്ലേ, അതൊരു ചെറിയൊരു ബലൂൺ പോലത്തെ കവറിൽ അവർ അതിൻ്റെ പലതരത്തിലുള്ള ഫ്ലേവേഴ്സ് അതിലേക്ക് നിറച്ചിട്ട് നമുക്കിത് തിന്നാവുന്നതാണ്. ജെല്ലി മിഠായികൾ. പിന്നെ നമുക്ക് വ്യത്യസ്തമായൊരു കാഴ്ച എന്ന് പറയുന്നത് സിറിഞ്ചിൽ ഈ ഒരു പലതരത്തിലുള്ള ഫ്ലേവേഴ്സ് അവർ നിറച്ചിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ അവർ തിന്നുന്നതാണ്. അങ്ങനെ പല ഐറ്റംസും പല ജെല്ലികളും ഉണ്ടാക്കുന്ന ഷോപ്പുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതെല്ലാം വളരെ ലോക്കലായ നമ്മുടെ നാട്ടിലെ പുതിയമ്പലത്തിലെ അണ്ടർലൂർ കാവൽ ഉത്സവത്തിന് പോയി കഴിഞ്ഞാൽ ചെറിയ ഷോപ്പുകളല്ലേ, ചെറിയ സ്ട്രീറ്റ് ഷോപ്പുകളിലും പോലത്തെ ഇതിലെ ഫുഡ് ഐറ്റംസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതായത് ഞാൻ പറഞ്ഞത് ഇത് ബാങ്കോക്കിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ മാറിയിട്ടുള്ള ഉള്ളോട്ടുള്ള സമസ്തകോൺ പ്രൊവിൻസിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ
എന്താ പറയുക, ഈ പുളിയില്ലേ, പുളി ഇങ്ങനെ കൂട്ടം ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഏകദേശം 70 ബാത്താണ് ഇതിൻ്റെ എല്ലാം പൈസ എന്ന് പറയുന്നത്. 70 പറഞ്ഞാൽ 150 ഇന്ത്യൻ രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഒരുപാട് പുളികൾ ഇങ്ങനെ കൂമ്പാരായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ തായ്ലൻഡിലെ മെയിനായ ഐറ്റമായ നമ്മുടെ പാറ്റ, പുഴു, തേള്, ഈ ഐറ്റങ്ങളെല്ലാം നിങ്ങളെ നല്ല പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 10-20 ബാത്തിന് നമുക്ക് കിട്ടുന്നതാണ്. ഇതാണ് നമ്മുടെ തേൾ അധികവും എല്ലാ സ്ട്രീറ്റിലും അധികം നമുക്ക് കാണാൻ പറ്റാത്തതാണ്. തേളിനെ ഇവിടെ കാണാൻ സാധിച്ചു. തേളുണ്ട്, അതിൻ്റെ പുറം തന്നെ കൂറയുണ്ട്, തവളയുണ്ട്, തെങ്ങിൻ്റെ മേലെ കാണുന്ന പലതരത്തിലുള്ള പുഴുക്കളും മറ്റുള്ള സംഭവങ്ങളൊക്കെ നമുക്കിവിടെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താ പറയുക, ഈ ഒരു സോസിലും ഉപ്പിലെല്ലാം ഇട്ട് വേവിച്ചിട്ട് എണ്ണയിലിട്ട് പൊരിച്ച് തരുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾക്ക് തീർച്ചയായും അതായത് ഇതൊക്കെ പ്രോട്ടീൻ എന്നാണ് പറയുന്നത്. ഇത് തീർച്ചയായും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് തന്നെയാണ്. ഞാനെന്തായാലും ഇത് ട്രൈ ചെയ്തിട്ടില്ല. നമുക്ക് നയോടിനോട് ചോദിക്കാം ഇതൊന്ന് തിന്നിട്ട് എങ്ങനെ ഉണ്ടെന്നിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. അവിടെ കുറേ പുഴുവിനെ മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള പുഴുക്കളാണ്. അതിനകത്ത് കുറേ സോസെല്ലാം മുക്കിയിട്ടാണ് തിന്നുവേണ്ട. സോസ് പിന്നെ വേറെ എന്തെല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട്. തിന്നു നല്ല സാധനം, നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവം എന്ന് പറയും. നോക്കാം അപ്പുറത്തെല്ലാം പിള്ളമാർ കളിക്കാൻ പറ്റിയ ഒരുപാട് സാധനം ഉണ്ട് നമുക്ക്. നമ്മളെ നാട്ടിലെ ഉത്സവം പോലെ തന്നെ. അവിടെ വീണ്ടും ട്രൈ ചെയ്ത് തേള് തോന്നിട്ട് അധികം ആലോചിച്ചമേ അല്ലോ മാക്സ്. അപ്പോൾ തായ്ലൻഡിലെ എന്താ പറയുക എൻ്റെ വലിയൊരു ഫ്രണ്ടാണ് ഈ നായോഡ് എന്ന് പറയുന്നത്. അപ്പം പുള്ളീൻ്റെ അപ്പുറം കുറച്ച് പുഴുവും കുറച്ച് ഭക്ഷണമെല്ലാം മേടിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ഭക്ഷണങ്ങൾ തേടിയിലെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നല്ല അടിപൊളി വൈബാണ്. നിങ്ങൾക്ക് തായ്ലൻഡ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തായ്ക്കാരനെ കൂട്ടിയിട്ട് തന്നെ തായ്ലൻഡ് എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. കാരണം നമുക്ക് ആ ഒരു ലോക്കൽ വൈബ് കിട്ടണമെങ്കിൽ നമ്മുടെ കൂടുതൽ തായ്ക്കാരനുണ്ടാവുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഫുഡുകൾ ഇങ്ങനെ തേടി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു എന്താ പറയുക, ഇതിൻ്റെ ഒരു പേര് ഞാൻ പറയാൻ നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു ദോശ പോലത്തെ, ദോശൻ്റെ അകത്ത് കുറേ തേങ്ങയെല്ലാം നിറച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ്, ഫുഡ് ഐറ്റമാണ്. എല്ലാം നല്ല ടേസ്റ്റുള്ള ഐറ്റംസ് തന്നെയാണ്. കാരണം ഇതൊരു തേങ്ങയെ കൊണ്ടുണ്ടാക്കുന്ന ഐറ്റമാണ്. ഈ തായ്ലൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞാലും വ്യത്യസ്തമായ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ കിട്ടും. നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ന്യൂഡിൽസുകളാണ്. അത് ന്യൂഡിൽസ് എന്ന് പറയുന്നത് ഓരോ പലതരത്തിലുള്ള സോസുകൾ മിക്സ് ആക്കിയിട്ടുള്ള ന്യൂഡിൽസുകൾ നമുക്ക് ഇങ്ങനെ സ്ട്രീറ്റിൽ ഇങ്ങനെ വെക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് എന്താ പറയുക, പല സോസുകളാണ് അവരുടെ മിക്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ ചെറിയ കൊള്ളി കുത്തിയിട്ടുള്ള ഐറ്റംസ് വീണ്ടും കാണാൻ പറ്റും. വീണ്ടും നമ്മുടെ പാറ്റയും പുഴുവും തേളും വന്നിട്ടുണ്ട്. ഇത് ഞാൻ അധികം കാണാത്തൊരു സംഭവമാണ്. ഈ ഒരു വലിയ തേളല്ല, നമ്മളെ മറ്റേ ഇതിൻ്റെ പേരെന്തെങ്കിലും പറയാം, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ പലതരത്തിലുള്ള പുഴുക്കളും വീണ്ടും നമുക്ക് കാണാൻ സാധിച്ചു. ഇതൊരു കുറച്ച് വലിയ ഷോപ്പായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു എന്താ പറയുക, വാൾനട്ട് പോലത്തെ ഒരു സംഭവം ഇങ്ങനെ വേവിച്ചെടുക്കുന്നൊരു കാഴ്ച കണ്ടു. നല്ലൊരു ഐറ്റമാണ് ഈ വാൾനട്ട് പോലത്തെ ഒരു സംഭവം. ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇത് നല്ല കാണാൻ തന്നെ ഭംഗിയുള്ള, അത് ഉണ്ടാക്കുന്ന കാഴ്ച കാണാൻ തന്നെ വളരെ ഭംഗിയുണ്ട്. ഈ രാത്രി നല്ല ലൈറ്റെല്ലാം വെച്ചതുകൊണ്ട് തന്നെ തായ്ലൻഡിലെ ഓരോ ഷോപ്പുകളും സ്ട്രീറ്റെല്ലാം നല്ല ഭംഗിയാണ്. ഇനി നമ്മൾ കുറച്ച് നേരം അമ്പലത്തിനുള്ളിൽ പോയിട്ട് ഇതിന് അമ്പലത്തിന്റെ കാഴ്ചകൾ കാണിച്ചു തരാം. ഇത്ര നേരം ഫണ്ടിലാണ് കാണിച്ചത്. ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ. ലോട്ടറി ഏത് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലോട്ടറി കിട്ടും. തായ്ലൻഡ് ഒരുപാട് ലോട്ടറീസ് ഇവിടെ ഉണ്ട്. അമ്പലത്തിൽ കയറാം. അമ്പലത്തിൽ കയറിയിട്ട് ഈ അമ്പലത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഇവിടുത്തെ പരിപാടികളെ കാണുന്നത്. ഇത് പുറകിൽ ഈ ഒരു അമ്പലത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ പുറകിൽ ഭയങ്കരമായിട്ട് വലിയ മൈക്ക് സെറ്റുകളിൽ മേടിച്ചുകൊണ്ട് നല്ല സൗണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ നെഞ്ച് ഇടിക്കുന്ന തരത്തിലാണ് അവർ ആ ഒരു പാട്ടും സൗണ്ടെല്ലാം വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളെ കേൾപ്പിക്കുന്നത്. അല്ലെങ്കിൽ ശരിക്കും ലൈവായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാറ്. അപ്പോൾ നമ്മൾ അമ്പലത്തിലെ കാഴ്ച എന്നൊരു സാധാരണ അമ്പലത്തിലെ കാഴ്ച പോലെ തന്നെ ചെരുപ്പെല്ലാം അയച്ചുകൊണ്ട് നമുക്ക് മനോഹരമായിട്ട് അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാവുന്നതാണ്. അമ്പലത്തിലേക്ക് അകത്ത് കയറുന്ന സൈഡിൽ പല ആൾക്കാരും പല മെഴുകുതിരികളും ഊതത്തിലും കത്തിക്കുന്ന കാഴ്ച കാണാൻ പറ്റും. നമ്മുടെ ബുദ്ധ ഭഗവാനെ
അതായത് മുട്ടുകുത്തിക്കൊണ്ട് തന്നെ അവരെല്ലാവരും പ്രാർത്ഥിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. അപ്പോൾ നായോട് അതിൻ്റെ അകത്തേക്ക് കയറാനുള്ള പരിപാടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ അമ്പലത്തിൽ സാധാരണ അമ്പലങ്ങൾ പോകുമ്പോൾ തായ്ലൻഡിലെ എല്ലാ അമ്പലങ്ങളും പോകുമ്പോൾ നമ്മൾ ചെരുപ്പ് അയക്കണം. പിന്നെ ഡ്രസ്സ് കോഡ് അങ്ങനെ പ്രത്യേകിച്ചിട്ട് അങ്ങനെ അതായത് ട്രൗസറൊന്നും ഇടാൻ പാടില്ല. പക്ഷേ ചില അമ്പലങ്ങൾ ട്രൗസർ ഇടാൻ പാടില്ല എന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ട്രൗസറും മറ്റുള്ള ഏത് തരത്തിൽ ഡ്രസ്സ് ഇട്ട് നമുക്ക് പോകാവുന്നതാണ്. ഇവിടെ ചെറിയൊരു കടലാസിലേക്ക് ഒരു പേപ്പർ പോലത്തെ സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് നമ്മളെ പേര് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ എഴുതിയിട്ട് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ സാധാരണ അമ്പലത്തിലെ നേർച്ച പോലത്തെ ഒരു ഐറ്റമാണിത്. അത് നമുക്ക് അവിടെ കുറച്ച് ഒരു പൈസ നമുക്ക് അതിൻ്റെ അകത്ത് പേര് എഴുതിയിട്ട് ആരൊക്കെയാണ് പേര് എഴുതേണ്ടത് അവരെല്ലാം നമ്മുടെ കുടുംബക്കാരെല്ലാം പേര് എഴുതിയിട്ട് ആ ഒരു പെട്ടിയിൽ നമുക്ക് ഇടാവുന്നതാണ്. അതോടൊപ്പം തന്നെ കുറച്ച് പൈസയും നമുക്ക് ഇടാവുന്നതാണ്. അപ്പോൾ നായോടിൻ്റെ കുടുംബത്തിൽ ആരെയോ പേര് എഴുതിയിട്ട് പൈസ ഇട്ടു. അതുപോലെ തന്നെ ഒരു 20 ബാത്തും അതിൻ്റെ ആക്കി ഇടുന്ന നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് അമ്പലത്തിലേക്ക് കയറാം. അമ്പലത്തിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഇതേപോലെ തന്നെ ഒരു ബുദ്ധൻ്റെ ഒരു പ്രതിമ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. തായ്ലൻഡിൽ ഏത് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു മുളേനെ കൊണ്ടുണ്ടാക്കുന്ന കുറേ ഒരു ലിപികൾ പോലത്തെ ഒരു ഐറ്റമാണ് അത്. അതിങ്ങനെ കുലുക്കിയിട്ട് ഇങ്ങനെ തറയിലിട്ടിട്ട് അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. കണ്ടോ അവിടെ ഇങ്ങനെ കുലുക്കിയിട്ട് അത് എഴുതുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒന്ന് പുറത്ത് പോകുമ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയ കാര്യങ്ങൾ നമുക്ക് എടുത്തിട്ട് വായിക്കാവുന്നതാണ്. അത് നമുക്ക് അതായത് ഒരു ഫ്യൂച്ചർ പ്രൊഡിക്ഷൻ പോലെയുള്ള ഒരു എന്താ പറയുക ആസ്ട്രോളജി എന്നെല്ലാം പറയുന്ന പോലത്തെ ഒരു ഐറ്റമാണ് ആ സംഭവം. കണ്ട രണ്ട് കൊള്ളി എടുത്തു കഴിഞ്ഞാൽ അവിടെ വായിക്കുന്നതാണ്. അത് നമ്മുടെ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ നമുക്ക് എഴുതിയിരിക്കുന്നത്. എന്തായാലും ഭംഗിയുടെ ഒരു കാഴ്ചയാണ്. ഇവിടെ കുറേ 100 ബാത്തിൻ്റെ 20 ബാത്തിൻ്റെ എല്ലാം പൈസ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായോട് കുറച്ച് പൂക്കളെല്ലാം മേടിച്ചിട്ട് ദൈവത്തിന് കൊടുക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എല്ലായിടത്തും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഈ പൂക്കൾ എടുക്കുന്നത് വളരെ ഫ്രീ ആണ്. പക്ഷേ നമുക്ക് അവിടെ ഒരു സംഭാവനയായിട്ട് അതിലേക്ക് കുറച്ച് പൈസ ഇട്ടിട്ട് നമുക്ക് ഈ ഒരു പൂ എടുക്കാവുന്നതാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതിന് പ്രത്യേകിച്ചൊരു റേറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. അപ്പം നായോട് ആ ഒരു പൂ എടുത്തിട്ടുണ്ട്. പൂ എടുത്തതിന് ശേഷം ആദ്യം നമുക്ക് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഒരു ഊദത്തി പോലത്തെ സംഭവം ഉണ്ട്. ആ ഊദത്തി പോലത്തെ സാധനം ഇങ്ങനെ കത്തിക്കേണ്ടതാണ്. എല്ലാവരും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അത് കത്തിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അത് കത്തിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും അമ്പലത്തിൽ പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ഫ്ലവറും അതിൻ്റെ അകത്തുള്ള കുറച്ച് പൈസയെല്ലാം വെച്ചിട്ട് നായോടെ അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനി നമ്മൾ നേരെ ഇതൊക്കെ എടുത്ത് കുറച്ച് ഒരു 5 മിനിറ്റ് നേരെ മുട്ടുകുത്തിയിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് നേരെ പോകേണ്ടതെന്ന് വെച്ചാൽ ഒരു നെയ്യ് വിളക്ക് പോലത്തെ ഒരു സംഭവമുണ്ട്. നമുക്ക് അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെല്ലാം കാണപ്പെടുന്ന ഒരു നെയ്യ് വിളക്ക് ഒരു ഗ്ലാസ്സിൽ കുറച്ച് നെയ്യ് ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. അത് കത്തിച്ചിട്ട് അത് ആ ഒരു വിളക്കിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കത്തിക്കാവുന്നതാണ്. അപ്പുറത്തെ സൈഡിൽ തന്നെ കുറേ ബുദ്ധ സന്യാസിമാരെ നമുക്ക് കാണാൻ പറ്റും. ബുദ്ധ സന്യാസിമാർ ഇങ്ങനെ എന്തോ ശ്ലോകങ്ങളൊക്കെ മറ്റുമൊക്കെ പാടാൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അമ്പലത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അമ്പലത്തിലേക്ക് പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കടലാസിൽ ഒരു ഗോൾഡൻ ഒരു സ്ട്രിപ്പ് പോലത്തെ ഒരു സംഭവമുണ്ട്. അത് ബുദ്ധൻ്റെ പ്രതിമയിൽ ഇങ്ങനെ ഒട്ടിക്കേണ്ട ഒരു പരിപാടിയാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് ആൾക്കാർ വന്നിട്ട് ആ ഒരു ഗോൾഡൻ സ്ട്രിപ്പ് ബുദ്ധൻ്റെ കഴുത്തിലും കാലിലും എല്ലാം തന്നെ ഒട്ടിക്കുന്ന കാഴ്ച കാണാൻ പറ്റും. നമ്മളും അത് കയ്യിൽ കുറച്ച് നേരം പതിച്ച് വെക്കുന്നതാണ്. ഇത് വളരെ മനോഹരമായ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. കണ്ടോ ബുദ്ധൻ്റെ മേലെ ഒരുപാട് ഗോൾഡൻ പേപ്പേഴ്സ് ഇങ്ങനെ വന്നിട്ട് ആൾക്കാർ ഇങ്ങനെ ഒട്ടിക്ക് നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല ആ ഒരു മരത്തുമരെല്ലാം നല്ലോണം ഡെക്കറേറ്റ് ചെയ്ത് ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ്. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് വീണ്ടും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. നമ്മൾ നേരെ അതിന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. പലതരത്തിലുള്ള സീ ഫുഡുകൾ നമുക്കിങ്ങനെ കാണാൻ വീണ്ടും. അടിപൊളി മുളയിൻ്റെ അകത്ത് ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അമ്പലത്തിൽ പോയിട്ട് തന്നെ എൻ്റെ ചെവിട് ശരിക്കും അടിച്ചു പോയി എന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും. അത്രത്തോളം ശബ്ദത്തിലാണ് അവരുടെ പാട്ട് വെച്ചിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ മുളയിൻ്റെ അകത്ത് പലതരത്തിലുള്ള റൈസും പഞ്ചസാരയും പാലെല്ലാം മിക്സ് ആക്കിയിട്ടുള്ളൊരു മിശ്രിതമാണ്. ഇതിൻ്റെ ഒരു റൈസ് പോലത്തെ ഒരു റൈസ് ഇങ്ങനെ വേവിച്ചെടുക്കുന്നതാണ് അവർ കാണുന്നത്. ഒരു പഞ്ചസാര ഇട്ടിട്ടുള്ളൊരു റൈസ്. പക്ഷേ നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് ഇത്. നിങ്ങൾ തീർച്ചയായിട്ടും തായ്ലൻഡ് വന്നു കഴിഞ്ഞാൽ ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഇത്. ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഒരു കക്ക ഇറച്ചി പോലത്തെ കുറേ ഐറ്റംസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഒരുപാട് സ്ട്രീറ്റ് ഫുഡുകളുണ്ട്. ഞാൻ പറഞ്ഞിരുന്നത് പ്രത്യേകിച്ച് പേരൊന്നും എടുത്ത് പറയുന്നില്ല. പോകുന്ന വഴിക്ക് എല്ലാം തന്നെ ചെറിയ സ്റ്റോളിൽ ആൾക്കാർ ഇങ്ങനെ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ വെക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വീണ്ടും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കും. അപ്പം രാത്രി എല്ലാവരും ഫാമിലി ആയിട്ട് വന്നിട്ട് നല്ല സുഖസുന്ദരമായിട്ട് അവർ ഭക്ഷണം കഴിക്കും. തറയെഴുതിന് ഭക്ഷണം കഴിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്നത്. പൊതുവേ എല്ലാവരും വീട്ടിലൊന്നും അങ്ങനെ അധികം കുക്ക് ചെയ്യത്തില്ല. പുറത്ത് പോയിട്ട് ഇങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കലാണ് ഇവരുടെ ഒരു പൊതുവേ ഒരു ഹോബി എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പലതരത്തിലുള്ള ഭക്ഷണം
ഭക്ഷണങ്ങൾ 40 ഭാഗത്തിനെല്ലാം കണ്ട പലതരത്തിലുള്ള ടേബിൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഇങ്ങനെ ഫുഡുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. കുറേ വെജിറ്റബിൾസ് നിരത്തി വെച്ചിട്ട് അതിൻ്റെ കൂടെ ഈ പോർക്കും പന്നിയും എല്ലാം കൂടി അടിച്ച് കയറ്റുന്ന ഒരു സ്വഭാവം. അപ്പോൾ ഇതാണ് തായ്ലൻഡുകാരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. എന്ത് മനോഹരമായ ജീവിതശൈലിയല്ലേ, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ കുറച്ച് നേരം നിങ്ങളെ ചെവി ഒന്ന് പൊട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അത്രത്തോളം എത്ര ഡെസിബിളിലാണ് ഈ ഒരു സൗണ്ട് വെച്ചതെന്ന് എനിക്കെന്നറിയില്ല. ആ സൗണ്ടിൻ്റെ ശബ്ദം കൊണ്ട് തന്നെ എൻ്റെ നെഞ്ച് വരെ ഇടിക്കുന്ന തരത്തിലാണ് ആ ഒരു വോയിസിലാണ് അവർ അവിടെ വെച്ചിരിക്കുന്നത്. എനിക്കത് നേരെ അവിടെ നിൽക്കാൻ പറ്റിയിട്ടില്ല. ഞാനൊരു 5 മിനിറ്റ് മാത്രം അവിടെ നിന്നുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഈ ഒരു ഗാനമേളേൻ്റെ അടുത്ത് നമ്മൾ DJ എന്തോ പരിപാടി നടക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മൾ തിരിച്ചു പോയി. കാരണം അത്രത്തോളം സൗണ്ടാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ ഇവർക്കൊന്നും എന്താ പറയുക, ഇതൊന്നും ഒരു പ്രശ്നമേ അല്ലാത്ത തരത്തിലാണ് അവരെല്ലാം ഇതൊക്കെ വാച്ച് ചെയ്യുന്നത്. കാരണം നിങ്ങൾ കുറച്ച് നേരം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്ര പോലത്തെ ഡിസ്റ്റർബ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ആ സൗണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീണ്ടും എന്താ പറയുക എൻ്റെ വോയിസ് ഇട്ടിട്ട് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും പുറത്തിറങ്ങിയിരിക്കണം. അപ്പോൾ അവിടെ എല്ലാം സെക്യൂരിറ്റി പോലീസുകാരെല്ലാം അവിടെ ഉണ്ട്. കാരണം പ്രത്യേകിച്ചിട്ടുള്ള കള്ളന്മാരോ മറ്റുള്ള പരിപാടികളോ അങ്ങനത്തെ പരിപാടികളൊന്നും രാത്രി നമുക്ക് കാണാൻ പറ്റില്ല. നൈറ്റ് ലൈഫ് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് ഫാമിലി ആയിട്ട് എല്ലാവരും വന്നിട്ട് പാട്ടും ഭക്ഷണമെല്ലാം കഴിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാവരും കൂടി കുറച്ച് ആക്ടിവിറ്റി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ നമുക്ക് നമ്മളെ അമ്പലത്തിൽ കാണപ്പെടുന്ന പലതരത്തിലുള്ള ഗെയിം സെക്ഷൻസും പലതരത്തിലുള്ള റൈഡ്സും നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെ ഒച്ചത്തിൽ സൗണ്ട് വെച്ചിട്ടുണ്ട് തന്നെ അതിൻ്റെ അകത്തുനിന്ന് ഒരു ചങ്ങായി അതിൻ്റെ അകത്ത് ഡാൻസ് കളിക്കുന്നത് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് ഇങ്ങനെ ആ ഒരു സംഭവം ഇങ്ങനെ എന്തൊരു ആക്ടിവിറ്റിയോ എന്തൊരു റൈഡാണ് അത് ഇങ്ങനെ കറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മളെന്തായാലും ഈ ഒരു റൈഡിലൊന്നും കയറിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവിടുത്തെ കുറച്ച് എന്താ പറയുക ഇവിടുത്തെ ഒരു ഗെയിം സെഷൻസൊക്കെ കടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൈഡിലേക്ക് വന്നു. അപ്പോൾ ഈ സൈഡിലേക്ക് വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ പറയുക ഒരുപാട് ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്നതും ഇങ്ങനത്തെ ഒരുപാട് റൈഡ്സ് നമുക്ക് കാണാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ചെറിയ മക്കളെ ഒരു ബൈക്ക് റൈഡാണ് നമുക്ക് കാണാം. ബൈക്കല്ല, ചെറിയൊരു സൈക്കിൾ പോലത്തെ സംഭവം കണ്ടോ. അത് വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. കാരണം അത് നല്ല രസമുണ്ട്. പിള്ളേർക്കെല്ലാം വന്നു കഴിഞ്ഞാൽ അൻവയുടെ ഉണ്ടെങ്കിൽ അൻവയ്ക്ക് കളിക്കാൻ പറ്റിയൊരു സംഭവം തന്നെയാണ് അതെന്ന് പറയുന്നത്. കാരണം പിന്നെ അടുത്ത ഒരു ഗെയിമോ റൈഡോ നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ അവിടെ ഒന്ന് ഷൂട്ടിംഗ് സംഭവമാണ്. നമുക്ക് ഷൂട്ടിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അവിടേക്ക് പോയി. അവിടെ കുറേ എയർ ഗണ്ണിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു 20 ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 10 ഷോട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാവുന്നതാണ്. കുറേ പേപ്പറിൽ ഓരോ ചിത്രങ്ങൾ മുന്നിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. BB ഗൺ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയെടുത്ത് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഒരു 20 ഭാഗത്ത് കൊടുത്തെടുത്ത് അയാൾ നല്ല എന്താ പറയുക കുറച്ച് ഗണ്ണിൽ കുറച്ച് ഉണ്ടയിൽ ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. എന്തായാലും നമുക്കിത് പരീക്ഷിച്ച് നോക്കാം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ അവിടെ പോയെടുത്ത് എനിക്ക് നല്ലൊരു എൻജോയ്മെൻറ്റ് തോന്നി. ആ ഒരു BB ഗൺ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നല്ല ഭംഗിയെന്നല്ല നല്ലൊരു ആക്ടിവിറ്റി ആയിരുന്നു അത്. അടുത്ത ഐറ്റംസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൃഗങ്ങളെ കുറച്ച് മുയലും കുറേ ഐറ്റംസ് നമുക്കിവിടെ കാണാൻ പറ്റി. എല്ലാതരം ഐറ്റംസും നമുക്കൊരു അമ്പലപ്പറമ്പിൽ കാണുന്ന എല്ലാ കാഴ്ചകളും നമുക്കിവിടെ കാണാൻ പറ്റും. ഗെയിം സെക്ഷൻസും ഈ ഒരു മൃഗങ്ങളെ കാഴ്ചകളും എല്ലാം തന്നെ എൻജോയ് ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും ഈ ഒരു തെരുവുകളിലേക്ക് കൂടി ഇങ്ങനെ നടന്നു. അപ്പോൾ നടക്കുമ്പോൾ തന്നെ വീണ്ടും ഒരുപാട് ഫുഡുകൾ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചിട്ട് വീണ്ടും ഫുഡിൻ്റെ വീഡിയോസ് എടുത്ത് തുടങ്ങി. അപ്പോൾ അടുത്ത ഒരു സ്ട്രീറ്റ് ഫുഡ് ഐറ്റം ഒരു അമ്മച്ചി ഉണ്ട്. ഒരു മുട്ടയും എന്താ പറയുക ഒരു പാട്തായ പോലത്തെ ഒരു സംഭവമാണ്. പാട്തായൻ്റെ വേറൊരു വേർഷനാണ് ഇത്. കല്ലുമ്മക്കായും മുട്ടയും കുറേ സ്പൈസസ് ഇട്ടിട്ടുള്ള ഒരു ഗംഭീരമായ ഒരു ഐറ്റമാണ്. ഇതും തായ്ലൻഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഫുഡ് ഐറ്റം വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതിനുശേഷം നമ്മൾ വീണ്ടും അമ്പലത്തിന് സൈഡിലേക്ക് കൂടി ജസ്റ്റ് ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ അവിടെ ഒരു നാടകം പോലത്തെ ഒരു സംഭവം നമ്മൾ കാണാൻ സാധിച്ചു. ഞാൻ വിചാരിച്ചു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നാടകം ഉണ്ടാവുമല്ലോ. അടുത്തെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ തായ്ലൻഡിലെ ഒരു അലുവ പോലത്തെ ഒരു ഐറ്റമാണ്. അതായത് നമ്മുടെ നാട്ടിലെ കിണ്ണത്തപ്പം മറ്റുള്ള സംഭവമല്ലേ, അതുപോലെ തന്നെ അവർ സ്ട്രീറ്റിലുണ്ടാക്കുന്ന പലതരത്തിലുള്ള അലുവയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതെന്ന് പറഞ്ഞാൽ പൈനാപ്പിളിനെ കൊണ്ടുണ്ടാക്കുന്ന ഒരു അലുവയാണ് നമുക്ക് കാണുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ പല ഇലകൾ വെച്ചിട്ടുണ്ടാക്കുന്ന വേറൊരു അലുവ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടുത്തെ തായ്ലൻഡിലെ ഒരു ഫേമസ് ഫ്രൂട്ടായ ഡൂരിയനാണ്. ഡൂരിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫേമസ് ആണ്. ആ ഡൂരിയൻ വെച്ചിട്ടുള്ള ഒരു അലുവ നമുക്ക് അവിടെ ഉണ്ട്. ഇതൊക്കെ നല്ല ടേസ്റ്റുള്ള സ്ട്രീറ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന അലുവകളാണ്. അവിടെ
ഒരുപാട് തരത്തിലുള്ള കോക്കനട്ട് അലുവകളും എന്താ പറയുക കോക്കനട്ട് പുഡിങ്ങുകളും മറ്റുള്ള തരത്തിലുള്ള പലതരത്തിലുള്ള സ്വീറ്റ്സുകളും നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. ഇതൊരു വ്യത്യസ്തമായൊരു ഷോപ്പായതുകൊണ്ട് തന്നെയാണ് അത് ഞാൻ വീണ്ടും അതൊരു വീഡിയോ എടുത്തത്. ഇത് ഒരുപാട് ലെങ്തായിപ്പോയി എന്ന് അറിയാം, എന്നാലും പക്ഷേ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഇത് എത്തിക്കണം എന്ന് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം ആ ഒരു അലുവ പീടിക കാണാൻ തന്നെ നമ്മുടെ നാട്ടിലെ കോഴിക്കോടൻ അലുവ അല്ലെങ്കിൽ നമ്മളെ ജഗന്നാഥ ക്ഷേത്രത്തിലെ അലുവ പീടികയിലും ഞാൻ ശരിക്കും ഓർക്കുന്നുണ്ട്. കാരണം അത്രത്തോളം ഭംഗിയിലാണ് അവർ അതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായ രാത്രി കാഴ്ചകൾ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ട് വീണ്ടും ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നടക്കുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയ ഒരുപാട് ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റുമ്പോൾ നയോട് പാടുന്ന എന്തോ ചെയ്യണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റഡ് അടിക്കണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് നയോട് ഇങ്ങനെ ഒരു സ്റ്റഡ് ഷോപ്പിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ നയോട് സ്റ്റഡ് ഇതിൽ അടിച്ചിട്ടില്ല, അപ്പോൾ നയോട് ഇത് സ്റ്റഡ് അടിക്കേണ്ട പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഒരുപാട് സ്റ്റഡ്സ് നമുക്കിങ്ങനെ അവിടെ കാണാനുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസുമായിട്ടും അതുപോലെ നൈറ്റ് മാർക്കറ്റിലെ കാഴ്ചകളും ആയിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ കാണാത്തവരാണെങ്കിൽ ചാനൽ മാക്സിമം നമ്മൾ ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വൈബോ നയോട്ട്